what's going on? It's me Damis and welcome to my channel Technopix. Technopixന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പിസിയിൽ യൂസ് ചെയ്യുന്ന അടിപൊളി കിടക്കാച്ച 5 വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഈ 5 വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും പല യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി കിടക്കാച്ച വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് കാണാം. ഒന്നാമതായി ഞാൻ പറയാൻ പോകുന്നത് Adobe Premiere Pro എന്ന വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഈ സോഫ്റ്റ്വെയറിൽ ഒരുപാട് കുറേ കളർ ഗ്രേഡിങ് എഫക്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കുറേ ടൈം ലൈൻസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അടിപൊളി കിടക്കാച്ച പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ തന്നെയാണ് Adobe Premiere Pro. കിങ് ഓഫ് വീഡിയോ എഡിറ്റർ എന്നാണ് ഈ സോഫ്റ്റ്വെയർ അറിയപ്പെടുന്നത്. ഫിലിം മേക്കേഴ്സ് അതേപോലെ തന്നെ പ്രൊഫഷണൽ വീഡിയോ എഡിറ്റേഴ്സ് യൂട്യൂബേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി കിടക്കാച്ചി സോഫ്റ്റ്വെയർ തന്നെയാണ് Adobe Premiere Pro എന്ന വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ. ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ പ്രൊഫഷണൽ രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ് ഈ സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ ഫ്രീ അല്ല, പർച്ചേസ് ചെയ്യണം. പക്ഷെ 7 ദിവസത്തേക്ക് ഫ്രീ ട്രയലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യാം. Adobe Premiere Pro എന്ന ഈ സോഫ്റ്റ്വെയറിന് മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് എത്രയാണെന്ന് വെച്ചാൽ Intel i5 പ്രോസസറും 8 GB റാമും മിനിമം വേണം. രണ്ടാമതായി നമ്മൾ പറയാൻ പോകുന്നത് MOVAVI വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഏതൊരു ബിഗിനേഴ്സിന് പെട്ടെന്ന് മനസ്സിലാക്കി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് MOVAVI വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. പക്ഷേ ടൈം ലൈനിൽ ഒരു കുഴപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ടൈം ലൈനിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഓഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കിടക്കാച്ച ആപ്പാണ് MOVAVI വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ വെരി അഫോർഡബിൾ ആണ്. ഏതൊരു ഫിലിം മേക്കേഴ്സിനും യൂട്യൂബേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയ വെരി അഫോർഡബിൾ സോഫ്റ്റ്വെയർ. ലൈറ്റ്നിങ്ങും ട്രാൻസിഷൻസും സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ഒരു മാസീവ് കളക്ഷൻ തന്നെ ഈ സോഫ്റ്റ്വെയറിലുണ്ട്. വാട്ടർമാർക്കോട് കൂടി 7 ദിവസം ഫ്രീ ട്രയലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് വേണ്ടി ക്രാക്ക് ചെയ്തൊക്കെ ക്രോമിൽ ഇൻസ്റ്റാൾ ചെയ്യാം. MOVAVI വീഡിയോ എഡിറ്ററിന് മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് എത്രയാണെന്ന് വെച്ചാൽ ഒരു ഇന്റൽ പ്രോസസർ ആയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഒരു 4 GB റാമുള്ള അല്ലെങ്കിൽ 2 GB റാമുള്ള സോഫ്റ്റ്വെയറിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മൂന്നാമതായി ഞാൻ പറയാൻ പോകുന്നത് DAVINCI Resolve എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഒരു പക്ക പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് DAVINCI Resolve. ഫ്രീ ആയ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. പെയ്ഡ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. അതിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മാത്രം. ഫ്രീ ആയാലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഈ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ഒരു പക്ക പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ തന്നെയാണ് DAVINCI Resolve. ഈ സോഫ്റ്റ്വെയറിന്റെ മിനിമം റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ Intel i3 പ്രോസസറും ഒരു 4 GB റാമും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ 4Kയിലൊക്കെ റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹൈ സ്പെക് ഉള്ള സിസ്റ്റം തന്നെ വേണം. ഈ സോഫ്റ്റ്വെയർ 2 ഡിസ്പ്ലേ ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇനി വേറെ നിങ്ങൾക്ക് കിട്ടൂല. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സോഫ്റ്റ്വെയർ. ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് അടിപൊളി പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ തന്നെയാണ് DAVINCI Resolve. തുടക്കത്തിൽ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും ഒന്ന് മനസ്സിലാക്കി കിട്ടിയാൽ വെരി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു അടിപൊളി സോഫ്റ്റ്വെയർ തന്നെയാണ് DAVINCI Resolve. നാലാമതായി ഞാൻ പറയാൻ പോകുന്നത് Filmora എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും Filmora എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച്. കാരണം ഏതൊരു ബിഗിനേഴ്സിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. 4K എഡിറ്റിംഗ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരുപാട് ട്രാൻസിഷൻസും ടൈറ്റിൽസും പിന്നെ ഇൻട്രോസ് ഔട്ട്രോസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് എലമെന്റ്സ് ടെംപ്ലേറ്റ്സ് ഒക്കെ ഈ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാനും പറ്റും. ഫ്രീ ആയിട്ടൊരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ വാട്ടർമാർക്ക് ഉണ്ടാവാൻ എന്ന ഒറ്റ പ്രശ്നമേ ഉള്ളൂ. വാട്ടർമാർക്ക് പോക്കണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. ഗ്രീൻ സ്ക്രീൻ അവൈലബിൾ ആണ്. അതേപോലെ ഒരുപാട് എഫക്ട്സും ട്രാൻസിഷൻസ് ഓവർലേസ് എല്ലാം അവൈലബിൾ ആണ്. ആദ്യമായി ഉപയോഗിക്കുന്നവർക്ക് വരെ നിഷ്പ്രയാസം മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് അഫോർഡബിൾ സോഫ്റ്റ്വെയർ തന്നെയാണ് Filmora. ഈ സോഫ്റ്റ്വെയറിന്റെ മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഒരു ഇന്റൽ പ്രോസസറും ഒരു 4 GB അല്ലെങ്കിൽ 2 GB റാം ഉള്ള സിസ്റ്റം തന്നെ മതി. ലാസ്റ്റ് അഞ്ചാമതായി ഞാൻ പറയാൻ പോകുന്നത് HITFILM Express എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഈ സോഫ്റ്റ്വെയറിന് ട്രാൻസിഷൻസ് അവൈലബിൾ ആണ്, ടൈം ലൈൻ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഒരുപാട് ടൂൾസും ഈ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ഈ സോഫ്റ്റ്വെയറിന് മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്റലിന്റെ ഒരു 4th ജനറേഷൻ പ്രോസസറും 4 GB റാമുള്ള എല്ലാ സിസ്റ്റത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ 5 വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണ് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണ് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. See you on next video. Until then, we are signing out. Bye.